കമ്പ്യൂട്ടറും പേനയുമൊക്കെയായി ഓഫീസിലിരുന്ന് പണിയെടുക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ മണ്ണിലിറങ്ങി പണിയെടുക്കാനും അറിയാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ. ബാങ്കിലെ ജീവനക്കാരും ബന്ധുക്കളുമൊക്കെ ചേർന്ന് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി പുഞ്ചപ്പാടത്ത് നടത്തിയ നെൽകൃഷി നൂറുമേനിയായി വിളഞ്ഞു. ആഘോഷമായി കൊയ്ത്തും നടത്തി. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശുഭൂമികളൊക്കെ കൃഷിയിടമാക്കാൻ സർക്കാരിന്റെ പിന്തുണയുണ്ടാവുമെന്നും ബാങ്കിന്റെ നെൽകൃഷി മാതൃകയാണെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു. പലപ്പോഴും കൃഷി ചെയ്യുമ്പോൾ അത് ആദായകരമല്ലാത്തത് കൊണ്ട് അതിന്റെ ഭാഗമായി പലപ്പോഴും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് വലിയ രൂപത്തിൽ പ്രോത്സാഹനം നൽകി വിവിധ സംഘടനകളെ ഉപയോഗപ്പെടുത്തി, ഇപ്രകാരം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി, വിവിധങ്ങളായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളെ, സഹകരണ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു ഭൂമിയും തരിച്ചു കിടക്കാതെ എല്ലാ ഭൂമിയും കൃഷിയോഗ്യമാക്കി നമുക്ക് ആവശ്യമായ പച്ചക്കറിയും ധാന്യങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പുതിയ പദ്ധതി എന്ന നിലയിൽ വിപുലമായ പല കാര്യങ്ങളും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാതൃകാപരമായ ഒരു താല്പര്യം എടുത്തുകൊണ്ടാണ് കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ലെന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് പ്രേംകുമാർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ മാസം 15-ാം തീയതിയാണ് ഞങ്ങൾ ബാങ്കിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും, ഒരു 150ഓളം വരുന്ന ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ട് ഈ പുഞ്ചപ്പാടത്ത് ഞാറ് നട്ടത്. ഞാറാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് കാലിക്കറ്റ് നോർത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടർമാരും ജീവനക്കാരും ഇന്ന് ചെറുവാടി പുഞ്ചപ്പാടത്ത് ഈ കൊയ്ത്തുത്സവത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിന്റെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ സഹകരണ ബാങ്ക് ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പാടത്ത് നിൽക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ഈ ഒരു സഹകരണം അടുത്ത വർഷവും ഇതിൽ കൂടുതൽ ഏക്കർ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ ഞങ്ങളെ പ്രചോദിതമാക്കിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.